എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ വിമർശിക്കുന്ന നടൻ ജോയി മാത്യു, സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാകാം, റിപ്പോർട്ടിലെ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയത് തെറ്റാണ്, സത്യം പുറത്തു വരണമെന്നും ജോയി മാത്യു 24-നോട് പറഞ്ഞു. താങ്കൾ ഇതിന്റെ ഉള്ളടക്കം അറിഞ്ഞു കാണുമല്ലോ, ഞെട്ടിക്കുന്നതല്ലേ ഉള്ളടക്കം? അതായത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഞാനൊരു സർവ്വജ്ഞാനകോശമൊന്നുമല്ല. പലരും ആദ്യത്തെ ഈ ഹേമ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറ്റേ ദിവസം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, ഇദ്ദേഹം എവിടെ പോയി, അദ്ദേഹം എവിടെ പോയി. ഒന്നാമത് ഈ ഓൺലൈനിലുള്ള ആൾക്കാർ തന്നെ, മീഡിയക്കാർ തന്നെ ഇത് മര്യാദയ്ക്ക് വായിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇത് വായിക്കാനും പഠിക്കാനും സമയമെടുക്കും. നമ്മൾ പെട്ടെന്ന് ഓടിച്ചാടി പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അറിയുന്ന വിഷയങ്ങളെ പറ്റിയാണ് ഞാൻ പ്രതികരിക്കുക, നല്ലോണം അറിയുന്ന വിഷയങ്ങളെ പറ്റി. അപ്പോൾ ഒരു ലീഗൽ ടേംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് എനിക്കിങ്ങനെ നിയമ പരിജ്ഞാനം ആ അർത്ഥത്തിൽ കുറവാണ്, ഞാൻ നിയമജ്ഞനല്ല. അപ്പോൾ അത് വായിച്ച് പഠിച്ചിട്ടൊക്കെ നമുക്കൊരു അഭിപ്രായം വിവരിക്കാൻ പറ്റുള്ളൂ. 293 പേജുണ്ട് ഈ ഒരു സംഭവം. ഞാൻ ഇപ്പോൾ 126 പേജായിട്ടേ ഉള്ളൂ. പിന്നെ ഓൺലൈനിലുള്ളവരും നിങ്ങളെപ്പോലുള്ള മീഡിയക്കാരും അടിച്ചിറക്കുകയാണ് അതിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അറിയുന്ന കാര്യങ്ങൾ വായിച്ചിടത്തോളം അറിവ് വെച്ചിട്ട് സംസാരിക്കാം. അതുകൊണ്ടാണ് വൈകിയത്. വായിച്ചെടുത്തോളം വെച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല റിപ്പോർട്ടാണത്. വളരെ നല്ല റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തൊഴിലിടങ്ങളിൽ ജോലിയെടുക്കുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും സിനിമാ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഗതാർഹമായ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണിത്. ഇതിലുള്ള പല കാര്യങ്ങളും നടപ്പിൽ വരുത്തേണ്ടതുമാണ്. പക്ഷേ ഇത് 4.5 കൊല്ലം എന്തിന് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിലിപ്പോൾ പല പേജുകളും ഒഴിവാക്കിയിട്ടാണ് സർക്കാർ ഇത് പുറത്തോട്ട് വിട്ടത്. അതിൽ സ്വകാര്യതയുടെ ഒരു പ്രശ്നം ആണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ എന്തായാലും ഇതിന് പിന്നിൽ. അല്ലെങ്കിൽ ഇപ്പോൾ അല്പം നിയമജ്ഞാനമുള്ള ഒരു സാംസ്കാരിക മന്ത്രി ആയിരുന്നെങ്കിൽ ഇത് 4.5 കൊല്ലം എടുത്തു വെക്കുകയും മാറ്റിവെക്കുകയും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. ഇപ്പം നേരെ മറിച്ച് വല്ല ബാലഗോപാലനോ അല്ലെങ്കിൽ MP രാജേഷോ പോലെ അല്പെങ്കിലും നിയമങ്ങളെ പറ്റി ധാരണയുള്ള ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അന്നേ ഇത് പുറത്തു വന്നിരുന്നേനെ. അന്നേ പുറത്തു വന്നിരുന്നെങ്കിൽ ഈ 4.5 കൊല്ലവും ഈ തൊഴിലിടത്തിലെ സ്ത്രീകൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ല. അറ്റ്ലീസ്റ്റ് അവരിൽ പറയുന്ന പ്രാഥമികമായ കുറേ കാര്യങ്ങളില്ലേ, ശുചിമുറി സൗകര്യങ്ങൾ, വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ വരെയുണ്ട്, അത് പുറത്തു വരുമായിരുന്നു. ഇപ്പോൾ 4.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പം തന്നെ നിങ്ങൾ പറയുന്നത് അതിൽ പല പേജുകളും മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായിരിക്കും. ഈ പൊളിറ്റിക്സ് എന്നതിലുപരി സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ളൊരു സമ്മർദ്ദം സർക്കാരിന്റെ മേലെ ഉണ്ടാവും. അല്ല, അതേ പറഞ്ഞത്, ഇതൊരു പൊളിറ്റിക്സ് എല്ലാത്തിലും ഉണ്ടല്ലോ, സിനിമയിലും ഉണ്ട്, അല്ലാത്ത പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു സംഗതിയാണ്, നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ പവർ ഓറിയന്റഡ് ആയിട്ടുള്ളൊരു ഗെയിം ഉണ്ട് ഇതിൽ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൂഴ്ത്തി വെക്കുകയും പിന്നെ പുറത്തു വരുമ്പോൾ കുറേ പേജുകൾ മിസ്സാവേണ്ട കാര്യമില്ലല്ലോ. അങ്ങ് ഈ സിനിമയുടെ ഭാഗമാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നു, അതായത് ഈ ലൈംഗിക ചൂഷണം ഉൾപ്പെടെ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരം കാര്യങ്ങൾ അങ്ങയുടെ ഇത്രയും കാലം നീണ്ട സിനിമാ കരിയറിൽ അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? ഞാൻ ഇതുവരെ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുമില്ല, ആരും ചൂഷണം ചെയ്തിട്ടുമില്ല. നമുക്ക് കേട്ടുകേൾവികൾ മാത്രമേ ഉള്ളൂ, നേരിട്ട് നമുക്ക് വിറ്റ്നസ് ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഇടപെടുമല്ലോ തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ, പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിനെ പറഞ്ഞല്ലോ കേസെടുക്കും. അദ്ദേഹം അത് കാണിച്ചു. ഇപ്പോൾ ദിലീപിൻ്റെ ഇഷ്യൂവിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ഒരു ധൈര്യം കാണിച്ച മുഖ്യമന്ത്രിയാണ്. അത് നമ്മൾ തള്ളി പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഇതിന് ഇരയായി എന്ന് പറയുന്നവർ കേസുമായി മുമ്പോട്ട് വന്നാൽ നിയമപരമായ പരിരക്ഷ നൽകും തന്നെയാണ്. അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ഇപ്പോൾ ഇത് പ്രത്യേകിച്ചും ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഭാഗവാക്കാണ് എന്നുള്ളൊരു ധാരണ പരത്താൻ സഹായിച്ചു. അപ്പോൾ നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന പല പഴയകാല നടികളും അല്ലെങ്കിൽ നടന്മാരും ഒക്കെ ഇതിൻ്റെയൊക്കെ വിക്ടിംസോ അല്ലെങ്കിൽ ഉപഭോക്താക്കളോ പ്രയോക്താക്കളോ ഒക്കെ ആണെന്ന് ഉള്ളൊരു ധാരണ പരത്താൻ പറ്റിയത്. സത്യത്തിൽ ലൈംഗിക പീഡനങ്ങൾക്ക് നടന്നിട്ടുള്ളത് വളരെയധികം നടന്നിട്ടുള്ളത് പഴയ കാലത്താണ്. അത് പല ആൾക്കാരുടെ ആത്മകഥകളിലും വന്നിട്ടുണ്ട്. പുതിയ കാലത്ത് കുട്ടികൾ കുറേ കൂടെ സ്ട്രോങ്ങും കുറേ എഡ്യൂക്കേറ്റഡാണ്, അവർ ടാലൻറ്റഡും ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ റെസിസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ ഫലമാണല്ലോ ഇപ്പോൾ WCC പോലത്തെ സംഘടന ഉണ്ടായത്. ഇത് WCCയുടെ ഒരു വിജയമാണ്. സത്യത്തിൽ ഇത് WCCയിലേക്ക് എത്തുന്നത് പഴയ നക്സലൈറ്റ് നേതാവ് അജിതയുടെ ഒക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ അന്വേഷിച്ചുള്ള ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ്.
അവർ നടത്തിയിട്ടുള്ള പല സമരങ്ങളുടെയും ബാക്കിയാണ് ഇവിടെ വിജി കോഴിക്കോട് നടത്തിയിട്ടുള്ള പെൺകൂട്ട് എന്നുള്ള ഈ തുണിക്കടകളിലുള്ള സ്ത്രീകൾക്കുള്ള ശൗചാലയത്തിൻ്റെ ആവശ്യം, ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ ആദിവാസി നേതാവ് ജാനുവിൻ്റെ നേതൃത്വത്തിലെ ദിൽപ്പ് സമരം, ഇതിലൊക്കെ തുടർച്ചയാണ് WCC. അപ്പോൾ ഈ ചരിത്രത്തിൽ ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ വളരെ സ്വാഗതാർഹമാണ്. ഈ WCC എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന എവിടെയുണ്ട്, ആ അമ്മയിൽ നിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയല്ലേ ഈ WCC ഉണ്ടായത്. ഇപ്പോഴും WCC ആ രീതിയിൽ പലപ്പോഴും പരാതികൾ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നടി പറഞ്ഞിട്ടുണ്ട് തനിക്കുണ്ടായ മോശം അനുഭവത്തിനെ കുറിച്ച് പലപ്പോഴും പരാതി അവർ സംഘടനയ്ക്കുള്ളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അതിനെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന? ഇതിപ്പോൾ ഞങ്ങളുടെ ഭരണസമിതി, ഇപ്പോൾ ഞാനടക്കമുള്ള ഭരണസമിതി വന്നിട്ട് 1 മാസം 2 മാസം ആവുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു പരാതിയും വന്നിട്ടില്ല അവിടെ. മുമ്പ് 2006 നടന്ന കാര്യങ്ങളിൽ വെച്ചിട്ട് പരാതിപ്പെട്ട ഒരു മെയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ലേഡി അയച്ചത്. 2006 നടന്ന സംഭവത്തിന് 2024 കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്ന് അതിന് ഒരു നടപടി ഉണ്ടായതായി താങ്കൾ? അന്ന് നടപടികളായിട്ട് എനിക്ക് അറിവില്ല. ആ നടപടിക്ക് എടുക്കാത്തതുകൊണ്ടാണ് WCC എന്നൊരു സംഘടന രൂപപ്പെടേണ്ടി വന്നത്. നമ്മുടെ WCCക്ക് എതിരല്ല, ഞാനെതിരല്ല. പേഴ്സണലി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവരെ അമ്മ സംഘടന വിട്ടു പോകാൻ പാടില്ലായിരുന്നു. അമ്മയിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യേണ്ടിയിരുന്നു. നമ്മുടെ ഒരു സംഘടന പോകുന്നതിൽ തെറ്റുണ്ടായിട്ടല്ല, പക്ഷെ അതിൽ തന്നെ നിന്ന് സമരം ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടെ ശക്തി ഉണ്ടായേനെ. ഇതിലിപ്പോൾ ചില പേരുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ. അപ്പം ഈ പേരുകളോടെ തന്നെ ഇത് പുറത്തുവിടേണ്ടിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, അത് സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഇതൊരു കമ്മീഷനല്ല, ഇതൊരു ജുഡീഷ്യൽ പവർ ഇല്ലാത്ത ഒരു കമ്മിറ്റി മാത്രമാണ്. അതായത് സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണം, അത് ലൈംഗിക ചൂഷണം, തൊഴിൽ ചൂഷണം ഒക്കെ അറിയാനും പഠിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റി മാത്രമാണ്. അല്ലാതെ ഇതൊരു കമ്മീഷനല്ല. ഒരു ജുഡീഷ്യൽ ബോഡി ആണെങ്കിൽ ആൾക്കാരുടെ പേര് പുറത്തുവിടാം, അവർക്കെതിരെ കേസെടുക്കാം. ഇത് മുഖ്യമന്ത്രി പറഞ്ഞാണ് കറക്റ്റ്. അങ്ങനെ ഒരു കമ്മിറ്റിയുടെ അഭിപ്രായം വെച്ചിട്ട് കേസെടുക്കാൻ പറ്റില്ല. പരാതിക്കാരുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ, ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യും. ആ നിലപാട് വേണം. ഞങ്ങളതിൻ്റെ കൂടെയാണ്. അമ്മ എന്നുള്ള സംഘടന അതിൻ്റെ കൂടെ തന്നെയാണ്.